കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് ചെറുതായിട്ട് വഴിതെറ്റിയതാണ്. ഞാൻ താഴെ ഇറങ്ങിയപ്പോഴേക്കും മേലെയുള്ള ആൾക്കാരെ ഒന്നും കാണാൻ പറ്റിയില്ല. ടോപ്പിൽ കുറച്ചുപേരെ കണ്ടിരുന്നു. ഞാൻ അവരുടെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിലൂടെ കറങ്ങി വന്നു. അപ്പോൾ വന്നപ്പോഴേക്കും മേലെ ആളെ കാണാനില്ല, താഴെ കാണാനില്ല. സോ ഐ തിങ്ക് എനിവേ താഴോട്ടാണല്ലോ പോകേണ്ടത്. കുറെ താഴേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ നെറ്റ്വർക്ക് ലോസ് ആയി. പിന്നെ ഫോറസ്റ്റ്, നല്ല ഡെൻസ് ഫോറസ്റ്റ് ആയിരുന്നു. ഇല്ല ഇല്ല, എന്തായാലും ഒരു 500 ml വാട്ടർ ബോട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നു. 6:45 ഞാൻ നടന്നു. ലാസ്റ്റ് ടൈം ഞാൻ എൻ്റെ ഒരു ഓഫീസിലെ ഫ്രണ്ട് ഉണ്ട് യദു, അവനൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഐ ലോസ് മൈ പാസ്, ഇതിന്റെ ആരണ്യ സംതിങ്, അതിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കാവും. മെസ്സേജ് ടൈപ്പ് ചെയ്തപ്പോഴേക്കും 1% ആയി ഫോൺ ഓഫ്. സ്ട്രീമും ഒരു വലിയ ഒരു റോക്കി അങ്ങനത്തെ ഒരു ഏരിയയിലെത്തി. പൈത്തോട്ട് പിന്നെ ഞാൻ ക്ലൈം ഡൗൺ ചെയ്യുകയാണെങ്കിൽ അവിടെ വന്നു. ഫസ്റ്റ് മോർണിംഗ് കുറച്ച് കാലൊക്കെ വേദനിച്ചുകൊണ്ട് നടക്കണ്ട വിചാരിച്ചു. പക്ഷെ അന്ന് മഴ ഉച്ചയ്ക്ക് മഴ ചെയ്തു, വൈകിട്ടൊരു ായിരുന്നു. അപ്പൊ എല്ലാം നനഞ്ഞു. അത് കാരണം പിന്നെ ഞാനും കൂടെ ഇതായി. ബിക്കോസ് രാത്രി ഉറങ്ങാനൊന്നും പറ്റിയില്ല, കംപ്ലീറ്റ്ലി കോൾഡായിരുന്നു. പിന്നെ ഇന്ന് ഒരു 12 o'clock വരെ ഞാൻ വെയിറ്റ് ചെയ്തു. മീൻസ് എല്ലാം വെച്ചായിരുന്നു. ആനയുള്ള ഏരിയ തോന്നുന്നു. സുഹൈൽ മുഹമ്മദ് നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. പറയൂ സുഹൈൽ. ശരണ്യ പറഞ്ഞ 1/2 ലിറ്റർ വെള്ളവുമായാണ് 4 ദിവസം താൻ അതിജീവിച്ചത്. 1/2 ലിറ്റർ വെള്ളം കയ്യിലുണ്ടായിരുന്നു. പിന്നീട് അവിടെയുള്ള അരുവികൾ നടക്കം വെള്ളം കുടിച്ചു. ചെറുമഴയോ അല്ലെങ്കിൽ അത്തരത്തിൽ കോടയോ തടിച്ചത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ടെറൈനും നടക്കുന്ന ഭാഗങ്ങളെല്ലാം നനഞ്ഞു കടന്നിരുന്നു. അതുകൊണ്ട് അധികം ദൂരം നടക്കാൻ പോയില്ല. കാരണം വഴുതി വീഴുന്ന സ്ലിപ്പറി സാധ്യതയുള്ള ഇടറുമായിരുന്നു. ശരണ്യ കുറച്ചൊക്കെ 2 ദിവസമൊക്കെ മുന്നോട്ട് നടന്നു പോയെങ്കിലും പിന്നീട് ഈ പറഞ്ഞ വഴി ദുർഘടമായിരുന്നു. മഴ പെയ്തതിനാൽ വലിയ രീതിയിലുള്ള വഴുതലുണ്ടായിരുന്നു, ഒരു സ്ലിപ്പറി സാധ്യത ഉണ്ടായിരുന്നു. അത് തന്റെ കാലിലേക്ക് വല്ലാതെ ക്ഷീണിപ്പിച്ചു. അതുകൊണ്ട് ഒരിടത്ത് ഇരുന്നിടത്ത് നിന്ന് വനംവകുപ്പിന് പ്രതീക്ഷിച്ചിരുന്നു ഞാൻ ശരണ്യ പറയുന്നത്. അതായത് തന്നെ രക്ഷിക്കാൻ കാവലാളാകാൻ ഇവിടുത്തെ സംവിധാനങ്ങൾ വരുമെന്നൊരു ഉറച്ച ബോധ്യം, ഉറപ്പ്, പ്രതീക്ഷ അത് ശരണ്യക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷ പുലർത്തുന്ന രീതിയിൽ നമ്മൾ എന്ന സംവിധാനം ഒരുമിച്ച് പ്രവർത്തിച്ചു എന്നുകൂടി വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ. അത് തന്നെയാണ് ശരണ്യന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കുന്നത്. പ്രത്യേകിച്ച് എസ്കൻ ശരണ്യന്റെ മുഖം കണ്ടാൽ നമുക്ക് വലിയ ധൈര്യമാണ്. ശരണ്യ ഇപ്പോൾ 2 ദിവസം കൂടെ അവിടെ അകപ്പെട്ടു കഴിഞ്ഞാലും ശരണ്യക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന കോൺഫിഡൻസ് നൽകുന്ന ഒരു മുഖഭാവമാണ്, ആറ്റിറ്റ്യൂഡാണ്. അത് പ്രതീക്ഷയുടെ ആറ്റിറ്റ്യൂഡാണ്. ആ പ്രതീക്ഷ തന്നെയാണ് ശരണ്യെ 4 ദിവസം അതിജീവിച്ചത്. അല്ലാതെ 500 ലിറ്റർ വെള്ളം, അതായത് അരക്കുപ്പി വെള്ളവുമായി എങ്ങനെ ഒരു മനുഷ്യന് അതിജീവിക്കാനാകുമെന്ന ചോദ്യത്തിന് ശരണ്യ എന്നൊരൊറ്റ മറുപടി നമുക്ക് പറയാനുള്ളൂ. ശരണ്യെ കൂടുതൽ പ്രതികരിക്കുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഒരുപാട് മേലേക്ക് കയറിയപ്പം ഒരു മരത്തിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ആരുടെ സൗണ്ട് കേട്ടു. അതുതന്നെയാണ്. അതായത് വളരെ റേഞ്ചൊക്കെ പ്രശ്നമുള്ള വലിയ മലനിര, അതായത് കണക്ടിവിറ്റിയൊക്കെ പ്രശ്നമുള്ള ഇടമാണ്. അതുതന്നെയാണ് ശരണ്യെ കണ്ടെത്താൻ നമുക്ക് ദുർഘടമായത്. എന്നിരുന്നാലും താൻ കുടുങ്ങി എന്ന ഘട്ടത്തിൽ 1% മാത്രം ചാർജുള്ള ഫോണിൽ നിന്ന് തനിക്കുള്ള രക്ഷാവഴികൾ ഒരുക്കാൻ ശരണ്യ മറന്നിട്ടില്ല. വേണ്ടപ്പെട്ടവർക്കൊക്കെ താൻ സ്റ്റാൻഡേർഡ് ആണെന്നും ഒറ്റപ്പെട്ടു പോയി എന്നും വഴിതെറ്റിപ്പോയെന്നും സന്ദേശം അയച്ചിട്ടുണ്ട്. ആധുനിക ലോക സംവിധാനങ്ങളാണ്, അതുകൊണ്ട് ഒരു സന്ദേശം അയച്ചാൽ തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ ഇവിടെയുള്ള സംവിധാനങ്ങൾക്കാകുമെന്ന പ്രതീക്ഷ, ആ പ്രതീക്ഷയ്ക്ക് പുറത്ത് താൻ സന്ദേശം അയച്ചു. ആകെ 1% ചാർജ് മാത്രമേ അവശേഷിക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം നമ്മൾ എടുത്തു വരണം. ആ 1% ചാർജ് വെച്ചിട്ട് തനിക്കുള്ള രക്ഷാകവചങ്ങൾ ആദ്യമേ ഒരുക്കി. പിന്നീട് കുറച്ച് ദൂരം നടന്നു നോക്കിയപ്പോൾ മഴ പെയ്തതിന് പിന്നാലെയോ അല്ലെങ്കിൽ കോടയോ എന്താണെന്ന് അതിൽ പറഞ്ഞതിൽ വ്യക്തമായിട്ടില്ല. വഴികളൊക്കെ നനഞ്ഞു കിടപ്പുണ്ടായിരുന്നു, ഒരു സ്ലിപ്പറി സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് അധികം നടന്ന് ആയാസപ്പെടാൻ ശരണ്യ തയ്യാറായില്ല. ഒരിടത്തിരുന്നു. ആ ഇടത്ത് നിന്ന് തൊഴിൽ നടക്കം വരുന്ന വെള്ളം കുടിച്ചു. തന്നെ വനംവകുപ്പ് രക്ഷിക്കാൻ വരുമെന്ന പ്രതീക്ഷ, ആ പ്രതീക്ഷയ്ക്ക് പുറത്ത് ആത്മവിശ്വാസത്തിന്റെ പുറത്തിരുന്ന
ശരണ്യ ഇതാ ഒരു പോർലുമേലും ഏൽക്കാതെ സന്തോഷവതിയായി ചിരിച്ചുകൊണ്ട് കോൺഫിഡന്റോടുകൂടി ജീപ്പിൽ പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. ഇപ്പോൾ ശരണ്യ ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ബേസ് ക്യാമ്പിൽ നിന്ന് എന്തായാലും നിലവിൽ പ്രഥമ ദൃഷ്ട്യാ പ്രമഫേസിയ ഈ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും സ്വാഭാവികമായ ഒരു മെഡിക്കൽ ചെക്കപ്പിന്റെ ആവശ്യകതയുണ്ട്. 4 ദിവസം കാര്യമായ ഭക്ഷണങ്ങളില്ലാതെ, കാര്യമായ വെള്ളം കുടിക്കാതെ, അല്ലെങ്കിൽ കിട്ടിയ വെള്ളം കുടിച്ച് ജീവിച്ച ഒരു അതിജീവനം കൂടിയാണ്. അതുകൊണ്ട് ഒരു മെഡിക്കൽ സപ്പോർട്ട് കൂടി വേണ്ടിവരും. മുഖത്തത് പ്രകടമല്ലെങ്കിലും അതിനുശേഷം മാത്രമായിരിക്കും ശരണ്യ നാട്ടിലേക്ക് മടങ്ങുക. എന്തായാലും ശരണ്യയെ കാത്തിരുന്ന കേരളക്കരയ്ക്ക്, കുടുംബത്തിന്, നമുക്കെല്ലാവർക്കും ഏറ്റവും ആശ്വാസകരമായി നൽകുന്ന വാർത്ത, ആ വാർത്തക്കപ്പുറത്തേക്ക് ആ ആശ്വാസത്തിന് എത്രത്തോളം ആഴമുണ്ട്, എത്രത്തോളം ശക്തിയുണ്ടെന്ന് പറയുന്ന മുഖഭാവം, ആ ചിരി, അത് തന്നെയാണ് SK കഴിഞ്ഞ 4 ദിവസം നമ്മൾ കാത്തത്. ഈ ഒരു രംഗം, അതായത് കാട്ടിൽ ഒറ്റപ്പെട്ടുപോയ ശരണ്യ, മലനിരകളിൽ ഒറ്റപ്പെട്ടുപോയ ശരണ്യ ഒരു പോർലുമേൽക്കാതെ തിരിച്ചു വന്ന് ചിരിച്ച് നമ്മളോട് സംസാരിക്കണമെന്ന് 4 ദിവസം മുമ്പ് നമ്മൾ സ്വപ്നം കണ്ടു, നമ്മൾ ആഗ്രഹിച്ചു. നമ്മൾ എന്താണോ സ്വപ്നത്തിൽ, ഭാവനയിൽ എഴുതി വെച്ചത്, വരച്ചിട്ടത്, അത് കണക്കെ ശരണ്യ ഇതാ യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ പ്രസന്നവതിയായി ചിരിച്ചുകൊണ്ട് ഒരു പ്രശ്നവുമില്ലാതെ തന്റെ അതിജീവനത്തിന്റെ കഥ പറഞ്ഞ് പുറത്തേക്ക് വരുന്ന SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.